ദുർഗ് സെൻട്രൽ ജയിലിലായിരുന്നു കഴിഞ്ഞ 9 ദിവസം. ഇപ്പോൾ നമുക്കിവിടെ ദൃശ്യങ്ങൾ കാണാവുന്ന രീതിയിൽ മാതാവും അതോടൊപ്പം തന്നെ പിതാവും സഹോദരങ്ങളും അവരുടെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഈ ഒരു വാർത്തകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മനുഷ്യക്കടത്തും അതോടൊപ്പം തന്നെ നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ചുകൊണ്ട് ചേർത്തല ആസ്ഥാനമായിട്ടുള്ള അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് സന്യാസിനി സമൂഹത്തിലെ വന്ദന ഫ്രാൻസിസിനെയും അതോടൊപ്പം തന്നെ പ്രീതി മേരിയെയും ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് ഈ കുറ്റങ്ങൾ ചുമത്തി ജാമ്യമില്ലാത്ത കുറ്റങ്ങൾ ചുമത്തി ജയിലിലടയ്ക്കുകയായിരുന്നു. അവർ കഴിഞ്ഞ 9 ദിവസമായി ഛത്തീസ്ഗഡിലെ ദുർഗ് സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്നു. ഇന്നലെയാണ് അവരുടെ ജാമ്യാപേക്ഷ ബിലാസ്പൂർ NIA കോടതി പരിഗണിക്കുകയും ഇന്നത്തേക്ക് വിധി പറയാൻ മാറ്റിവെക്കുകയുമായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഉച്ചയ്ക്ക് മുൻപായി NIA കോടതി അവർക്ക് 2 പേർക്കും ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. വൈകുന്നേരം അല്പസമയം മുമ്പാണ് അവർ ജയിൽ മോചിതരാകുകയും ചെയ്തു. പിന്നീട് അവർ ദുർഗിലുള്ള സന്യാസിനി സമൂഹത്തിൻ്റെ ഒരു വസതിയിലേക്ക് മാറുകയായിരുന്നു. അതിൻ്റെ ഒരു സന്തോഷമാണ് ഇവിടെ എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. കാരണം അവരുടെ ഒരു സഹോദരി 9 ദിവസത്തിന് ശേഷം ജയിൽ മോചിതരായിരിക്കുന്നു. ചെയ്യാത്ത കുറ്റത്തിനാണ് അവർ ജയിലിൽ കിടക്കേണ്ടി വന്നത് 9 ദിവസത്തോളം. വലിയൊരു നീതി ലഭിച്ചു എന്നൊരു സന്തോഷമുണ്ട്. കഴിഞ്ഞ 9 ദിവസം ഈ കുടുംബത്തിലെ ഓരോരുത്തരും വലിയ വേവലാതിയും വലിയ ആശങ്കയിലൊക്കെ ആയിരുന്നു അവരുടെ ഒരു മോചനം സംബന്ധിച്ച്. ഇപ്പോൾ അവർ മോചിതരായിരിക്കുന്നു. ഈ ഒരു സമയത്ത് സിസ്റ്ററുടെ സഹോദരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജോജോ എന്ന് പറയുന്ന ഇളയ സഹോദരനാണ്. ഇപ്പോൾ ഒരു വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണല്ലേ? അതെ, ഇപ്പോൾ വലിയ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയ ദിവസങ്ങളായിരുന്നു. ഇപ്പോൾ ഇതൊരു ആശ്വാസ വാർത്തയാണ്. ഇപ്പോൾ ഒരു പലതരം വ്യവസ്ഥകളോട് കൂടിയാണ് ജാമ്യം അനുവദിച്ചത്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ പറഞ്ഞു കേട്ടിടത്തോളം അങ്ങനെ ഒരു 5 വ്യവസ്ഥകൾ സാധാരണ ജാമ്യം കൊടുക്കുമ്പോൾ ഉള്ള വ്യവസ്ഥകളാണെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. പിന്നെ ഏതൊരു വ്യവസ്ഥ മാത്രമുള്ള ഒരു 15 ദിവസം കൂടുമ്പോൾ ആ സ്റ്റേഷനിൽ വന്ന് ഒപ്പിടണം എന്നുള്ള ഒരു പോയിൻ്റാണ് ഇപ്പോൾ എല്ലാവരും ഒരു പോരായ്മയല്ല ഒത്തിരി ഇതായിട്ടുള്ള ഒരു പോയിൻ്റായിട്ട് പറഞ്ഞിരുന്നു. ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഓർക്കുന്നത് ആരൊക്കെയായിരിക്കും? കാരണം ഇതിനു വേണ്ടി ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാ ജനങ്ങളും, അതായത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോൾ മുതൽ, അതായത് ജാതി മത രാഷ്ട്രീയ വർഗ്ഗഭേദമെന്നെ എല്ലാവരും നമ്മുടെ കുടുംബത്തോടൊപ്പം ഇതൊരു നമ്മുടെ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു പ്രശ്നം എന്നുള്ള രീതിയിൽ കണ്ട് അതിനൊരു എല്ലാവരും അത് ഉയർത്തിക്കൊണ്ടുവരികയും വലിയ രീതിയിലുള്ള പ്രക്ഷോഭമായിട്ട് തന്നെ അത് മാറുന്ന രീതിയിലേക്ക് വരികയും ചെയ്തു. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും സാമുദായിക സഭാ നേതാക്കന്മാരുടെയും എല്ലാവരുടെയും പിന്തുണ നമുക്ക് ഈ കാര്യത്തിലുണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു ഞങ്ങൾക്കും ഒരു ആശ്വാസവും കരുത്തുമായിരുന്നത്. സഭയുടെ ഒരു ഇടപെടലൊക്കെ എത്രമാത്രം ഗുണം ചെയ്തു? തീർച്ചയായിട്ടും സഭയുടെ അതിരൂപത തലങ്ങളിലും എല്ലാ അതിരൂപത തലങ്ങളിലും എല്ലാം വലിയ രീതിയിലുള്ള പ്രക്ഷോഭമാണ് അതിൻ്റെ പേരിൽ രൂപം കൊണ്ടത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു പ്രതിഫലനം ഈ രാജ്യത്ത് ഒട്ടാകെയുള്ള നിയമ സംവിധാനങ്ങളിലും കേന്ദ്ര മന്ത്രിമാരുടെ ഇടപെടലിലെല്ലാം ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJPയുടെ ഒരു ഇടപെടലാണോ ഗുണം ചെയ്തതെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഈ അവസരത്തിൽ അങ്ങനെ ഒരു പ്രത്യേക പാർട്ടിയുടെ ഇടപെടലെന്നല്ല, എന്നാലും കേന്ദ്രമന്ത്രിമാരെല്ലാവരും അമിത്ഷായും പ്രധാനമന്ത്രിയെല്ലാം ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു ഗുണം കിട്ടിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും, അതായത് പ്രതിപക്ഷ MP മാരും ഇവിടുത്തെ MLAയും റോജി M ജോണും എല്ലാവരും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് ഇത് കേരളത്തിൻ്റെ പൊതുവായൊരു വിഷയം എന്നുള്ള രീതിയിൽ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എല്ലാവരും ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്നലെ ഈ പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷ വന്നു കഴിഞ്ഞപ്പോൾ ബിലാസ്പൂരിലെ NIA കോടതിയിൽ വെച്ച് പ്രോസിക്യൂഷൻ ഈ ജാമ്യം അനുവദിക്കുന്നതിനെ എതിർക്കുകയൊക്കെ ചെയ്തിരുന്നു. അതൊരു ആശങ്ക ഉണ്ടാക്കിയിരുന്ന കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം? തീർച്ചയായും അത് ഇങ്ങനെ എതിർത്തു എന്നുള്ള കാരണം നമുക്ക് കിട്ടിയ ന്യൂസ് അനുസരിച്ച് സർക്കാർ എതിർക്കുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ അത്തരത്തിൽ എതിർത്തു എന്നുള്ള രീതിയിലൊരു വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ആശങ്കയുണ്ടായിരുന്നു. പിന്നീട് അത് നമ്മുടെ അഡ്വക്കേറ്റായിട്ടൊക്കെ നമ്മുടെ ഇവിടെ നിന്ന് പോയേക്കുന്നവരെ സംസാരിച്ചിരുന്നപ്പോൾ അത് പ്രശ്നമില്ലാത്തൊരു കേസാണെന്ന് ഒരു വാദമായിരുന്നു. നമുക്കെന്തായാലും ജാമ്യം കിട്ടുമെന്ന് തന്നെയാണ് അവരുടെയും പ്രതീക്ഷയായിരുന്നത്. സിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികം ജയിലിൽ കഴിയേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായി? തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. പിന്നെ ഒന്നാമത് ആൾ ആർത്രൈറ്റിസിൻ്റെ മരുന്നൊക്കെ കഴിക്കുന്ന വ്യക്തിയാണ്. പിന്നെ അവിടെ തറയിലൊക്കെയാണ് കിടക്കേണ്ടി വന്നത്. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ആൾക്കുണ്ടായിരുന്നു. എങ്കിലും ആളെ സംബന്ധിച്ച് ആൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നീതി ലഭിക്കുന്നുള്ള ഉറച്ച വിശ്വാസത്തിലായിരുന്നു ആൾ. മൂത്ത സഹോദരൻ ഇപ്പോൾ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിന് ശേഷം നിങ്ങളിപ്പോൾ വിളിച്ചിരുന്നോ ജയിൽ മോചിതരായതിനു ശേഷം? ഞങ്ങൾ ഫോണിൽ കണ്ട് സംസാരിച്ചിരുന്നു. രാവിലെ ജയിലിൽ നിന്ന് അവർ അധികൃതർ സംസാരിക്കാനായിട്ട് അനുവാദം കൊടുത്തിരുന്നു. അപ്പോൾ രാവിലെ ഈ വിധി വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിരുന്നു.
പുറത്തിറങ്ങിയതിന് ശേഷം സഹോദരൻ ബന്ധപ്പെട്ടു? അതെന്തോടെ ഞങ്ങൾ ഫോണിൽ വീഡിയോ കോളിട്ട് സംസാരിച്ചിരുന്നു. വിശദമായിട്ട് സംസാരിച്ചില്ല, എന്നാലും ഞങ്ങൾ വീഡിയോ കോളിൽ എല്ലാവരെയും കണ്ട് സംസാരിച്ചിരുന്നു. നാട്ടിലേക്ക് വരുന്ന കാര്യത്തെക്കുറിച്ചുള്ള സൂചന വന്നോ? ഇപ്പോൾ തീരുമാനം, കാരണം 8-ാം തീയതി എന്തോ അവിടെ വീണ്ടും സ്റ്റേഷനിൽ ഹാജരാവണം എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞു എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെയാണ് ഇന്നിപ്പോൾ 3-ാം തീയതിയൊക്കെ ഇപ്പോൾ ഫ്ലൈറ്റിന് വന്നാലും ഒരു ദിവസം അങ്ങോട്ടും ഒരു ദിവസം ഇങ്ങോട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് അതൊരു റിസ്ക് എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളത് ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. പിന്നീട് സാവകാശം ബാക്കി കോടതി നടപടികളുടെ ജാമ്യവ്യവസ്ഥകളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി അറിഞ്ഞതിന് ശേഷം അതിനൊരു തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ. ഈ സിസ്റ്ററോടൊപ്പം മാത്രമേ ബൈജു എന്ന് പറഞ്ഞ സാധനം തിരിച്ചു വരുന്നുള്ളൂ, അതെയോ അതിന് മുമ്പ് തന്നെ തിരിച്ചു പോകും? അതിന് മുമ്പ് മിക്കവാറും അല്ലെങ്കിൽ ഇന്ന് സാധ്യത കുറവാണ്, അല്ലെങ്കിൽ നാളെ രാവിലെ ചിലപ്പോൾ അവർ ഇങ്ങോട്ട് തിരിച്ചു പോരും. നിങ്ങൾക്കൊരു ആവശ്യമില്ല ഈ FIR അടക്കമുള്ള കേസ് റദ്ദാക്കണം, ഇപ്പോൾ ഒരു ഭാഗികമായിട്ടുള്ളൊരു ഇപ്പം ജയിൽ മോചിതയായി എന്ന് മാത്രമേ ഉള്ളൂ. കുറ്റം അപ്പോഴും നിലനിൽക്കുകയാണ്, ചെയ്യാത്തൊരു കുറ്റമാണ് അവരെ ചുമത്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ FIR അടക്കം റദ്ദാക്കണം, അല്ലെങ്കിൽ കേസ് പിൻവലിക്കണം എന്നൊരു ആവശ്യം കൂടി നിങ്ങൾ കുടുംബാംഗങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. കാരണം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ബോധ്യപ്പെട്ട കേസാണ്. ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കളെല്ലാവരും പറയുന്നത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് എടുത്തൊരു കേസാണെന്നുള്ളത് പൊതുവെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തെറ്റിദ്ധാരിക്കപ്പെട്ട് എടുത്തൊരു കേസാണ്, പിന്നെ അത് നീട്ടിക്കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എടുത്ത കേസ് എത്രയും വേഗം പിൻവലിച്ച് ഇതിൻ്റെ നടപടികൾ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാത്ത രീതിയിൽ എത്രയും വേഗം കേസ് പിൻവലിക്കണമെന്നാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യം. ഈ ഒരു കേസൊക്കെ ഉണ്ടാകുന്നത് ഈ സന്യാസിനിമാരുടെ അവിടുത്തെ ഒരു ഇടപെടലാണോ, സാമൂഹികമായിട്ടുള്ളൊക്കെ വിദ്യാഭ്യാസപരമായ ഒരു ഇടപെടലാണ് ഈ കേസൊക്കെ എടുക്കാനുള്ളൊരു കാരണം എന്നൊരു തോന്നലുണ്ടോ? കാരണം ഈ മിഷനറിമാരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് അലോസരപ്പെടുന്നു. കാരണം തീരെ പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, അവർക്ക് മരുന്ന് കൊടുക്കുക, ആ മേഖലകളിലൊക്കെ ഒരുപാട് TB പേഷ്യൻസൊക്കെ ഉള്ള ഇടമാണ്. അപ്പോൾ അവർക്കൊക്കെ മരുന്ന് കൊടുക്കുക, അവരെ സുഖപ്പെടുത്തുക, അങ്ങനെയുള്ള രീതിയിലുള്ള ഇടപെടലുകളാണ് മിഷനറീസ് നടക്കുന്നത്. ചേച്ചിനെ സംബന്ധിച്ച് ഇത് അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും, ജസ്റ്റ് ഒരാളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്യാൻ പോയി എന്നുള്ളതാണ് ഇതിലുണ്ടായിരുന്നൊരു സംഭവം. പക്ഷെ അവരുടെ കണ്ണിൽ എല്ലാവരും മിഷനറീസ് ആണെന്നുള്ള രീതിയിൽ ഒരു TT വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ എന്തോ ഒരു പ്രത്യേക പാർട്ടി ഒരു വിദ്വേഷം പരത്തുന്ന രീതിയിൽ പെരുമാറുകയും അവരുടെ രീതിക്കുള്ള കാര്യങ്ങളാണ് പിന്നെ പോലീസ് സ്റ്റേഷനിലെല്ലാം അരങ്ങേറിയതാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. മാതാപിതാക്കൾ ഈ കാര്യം അറിഞ്ഞപ്പോൾ അവർ എങ്ങനെയാണ് പ്രതികരണം? ഞങ്ങളെ 1-2 ദിവസത്തേക്ക് അവരെ അറിയിച്ചിരുന്നില്ല. പിന്നീട് എല്ലാ നേതാക്കന്മാരും എല്ലാവരും വന്ന് പറയുമ്പോൾ അവർക്ക് എന്താ കൂടുതൽ വേറെ എന്തെങ്കിലും ആണോ എന്ന്, അവർക്ക് എന്തെങ്കിലും അപകടം പെട്ടതാണോ അങ്ങനെയൊന്നുള്ള രീതിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താണെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞവരെ മനസ്സിലാക്കി. തീർച്ചയായിട്ടും ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കുടുംബാംഗം ജയിൽ മോചിതയായി എന്നത്, ആ ചെയ്യാത്തൊരു കുറ്റത്തിന് ജയിൽ മോചിതയായി എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു സന്തോഷമാണ് കുടുംബത്തിന് നൽകുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 9 ദിവസമായി അവർ ജയിൽ മോചിതയായി കിടക്കുകയായിരുന്നു. അതിൽ ഇപ്പോൾ ഒരു കോടതിയുടെ ഒരു ഇടപെടലോടുകൂടി അവർക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ച് പുറത്തു വന്നു എന്നത് ഈ കുടുംബത്തിന് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്.